മാവൂരിനാവശ്യമായ എല്ലാ വികസന പദ്ധതികളും കൊണ്ടുവരാൻ രാഷ്ട്രീയ, മത, തൊഴിലാളി, വ്യാപാരി വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും ഇതിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ അനൈക്യം വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മാവൂരിനാവശ്യമായ എല്ലാ വികസന പദ്ധതികളും കൊണ്ടുവരാൻ രാഷ്ട്രീയ, മത, തൊഴിലാളി, വ്യാപാരി വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും ഇതിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാവൂരിൽ അനുവദിച്ചു കിട്ടിയ അഗ്നിരക്ഷാ നിലയം മാവൂരിൽ നിന്ന് മാറിപ്പോകുമെന്ന പ്രചരണം തെറ്റിദ്ധാരണാജനകമാണെന്നും കൂട്ടായ ശ്രമം ഉണ്ടായാൽ സ്ഥിരം സംവിധാനം മാവൂരിൽ തന്നെ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാപകമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് നിലവിലുള്ള ഫയർ സ്റ്റേഷൻ ഇപ്പോൾ വന്നത് അത് ഇവിടെ നിന്ന് പോകുമെന്നും അത് ചെറുപ്പയിലേക്ക് പോകുകയാണെന്നും വെറും താൽക്കാലികമായി MLAയും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്തതെന്നും അത് MLAയുടെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാണെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അപ്പം അത് രാഷ്ട്രീയ സ്റ്റണ്ടാണോ എന്താണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈ കഴിഞ്ഞ 10 വർഷം, അതായത് 2016 ജൂൺ മാസം 15-ാം തീയതി തുടങ്ങിയ ഒരു പ്രയത്നം, ഇതിൻ്റെ കൂടെയുള്ള ഒരു ആളെന്ന രീതിയിൽ വിവിധ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, വിവിധ ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ശരിക്കും പഠിച്ച വ്യക്തി എന്ന നിലക്ക് പറയാൻ പറ്റും. ഇത് മാവൂരിൽ നിന്ന് ഇനി എവിടെയും പോകുന്നില്ല, മാവൂരിൽ തന്നെയാണ്. രാഷ്ട്രീയ അനൈക്യം വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ കാലങ്ങളിൽ മാവൂരിൽ അനുവദിക്കപ്പെട്ട ആർട്സ് കോളേജ്, ITI തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇതിനുദാഹരണമാണെന്നും വ്യാപാരി നേതാക്കൾ കൂട്ടിച്ചേർത്തു. തെങ്ങിലക്കടവിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെറുപ്പയിലെ ഡയാലിസിസ് സെൻറ്റർ, ടൂറിസം പദ്ധതികൾ, മിനി സിവിൽ സ്റ്റേഷൻ, സ്റ്റേഡിയം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ മാവൂരിന് ലഭിക്കാൻ സാധ്യതയുള്ളവയാണെന്നും ഇതിനായി ജനങ്ങളുടെ ശക്തമായ പിന്തുണയും കക്ഷിരഹിത കൂട്ടായ്മയും അനിവാര്യമാണെന്നും ഇതിനായി മുൻകൈയെടുക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാവൂരിലേക്ക് കിട്ടേണ്ടിയിരുന്ന കോളേജുകളാവട്ടെ, ടൂറിസം മേഖലയിൽ കിട്ടേണ്ടതാവട്ടെ, മറ്റ് ക്യാൻസർ ഹോസ്പിറ്റലാവട്ടെ, പല കാര്യങ്ങളും അനൈക്യം കാരണം ഈ നാട്ടിലെ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നില്ല, അവരുടെ LDF, UDF എന്തോ ആവട്ടെ, അനൈക്യം കാരണം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി, നിലവിലുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു പോരായ്മ ഇനി നാട്ടിൽ വരരുത്. അത് വരാതിരിക്കണമെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്തിക്കൊണ്ട്, സാംസ്കാരിക സംഘടനകളെയും, റെസിഡൻഷ്യൽ അസോസിയേഷൻ, തൊഴിലാളി സംഘടനകൾ എല്ലാവരുടെയും ചേർത്തി പിടിച്ചുകൊണ്ട് ഒരു സമഗ്ര വികസന മുന്നേറ്റത്തിനുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനമെടുക്കുകയാണ്. മാവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ നാസർ മാവൂരാൻ, ഉസ്മാൻ മാവൂർ, CP ബാബുരാജ്, T മോഹൻദാസ്, സഹദ് മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.